താങ്ക് യു സോ മച്ച് ഫോർ ദ ഹോസ്റ്റ് അലക്സേ. എടാ താങ്ക് യു. എടാ ഹോസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ടി വിയിലെ വേറെ ആരെങ്കിലും ലൈവ് ഉണ്ടെങ്കിൽ അവർക്ക് ഹോസ്റ്റ് ചെയ്ത് കൊടുറാ. ദിനേശ് ബീഡി വേണോ? വേണ്ട, ഞാനിപ്പോൾ ഒരു ഷാർജ ഷേക്ക് കുടിച്ചിട്ട് വന്നതേ ഉള്ളൂ. ഷേക്കിൻ്റെ കൂടെ ബീഡി പറ്റൂല. വേണ്ട ബ്രോ, താങ്ക് യു ബ്രോ, വലിച്ചോ. അപ്പോൾ എല്ലാവർക്കും സ്ട്രീം, എല്ലാവർക്കും ഹായ്. എല്ലാവർക്കും ഹായ് ഗൈസ്. അപ്പം മൊത്തത്തിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്, അറിയാലോ. ഞാൻ കഴിഞ്ഞ വട്ടം നമ്മളിത് പറഞ്ഞ അതിനകത്ത് ഇടപെടത്തില്ല, ഇതാക്കത്തില്ല എന്നൊക്കെ. ഞാൻ പക്ഷേ ഇത് ഇടപെട്ട് ഇന്ന് ഇത് മാത്രം പറഞ്ഞിട്ട് പോകാൻ വന്നതല്ല. ഞാൻ RP ചെയ്യാൻ വേണ്ടി വന്നത്. ഇന്നൊരു RP ഉണ്ടാവും. നമ്മൾ നിഞ്ചയും കൊണ്ടൊരു വൈമാപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞില്ലേ. അപ്പോൾ RP ഉണ്ട്, സിറ്റിയിൽ കയറി നമുക്ക് RP ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് പറയാനുള്ളത് പറഞ്ഞിട്ട് പോകണം. ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വട്ടം നമ്മളിതിനകത്ത് ഇടപെടത്തില്ല എന്നുള്ളൊരു കാര്യം ഓൾറെഡി പറഞ്ഞായിരുന്നു. പെട്ടതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഗ്യാങ് ഫോം ചെയ്യുക എന്ന് പറയണത് ഓരോരുത്തരുടെ എഫേർട്ട് അനുസരിച്ച് ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഗ്യാങ് ഫോം ചെയ്യുന്ന സമയത്ത് പോലും വെളിയിൽ ഒരാൾ നമ്മളെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുമെന്ന് വിചാരിച്ചോ. വെളിയിൽ ഇങ്ങനെ ഒരാൾ നമ്മളെ വിളിച്ച് സംസാരിക്കുക, ഗ്യാങ് ഫോം ചെയ്യുന്നതിനെ പറ്റി എന്താണെന്ന് അറിഞ്ഞുകൂടാ, എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, ഇതാക്കാൻ അറിഞ്ഞുകൂടാ. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ വിലയേറിയ സമയം വീണ്ടും അതിനകത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു ആ സമയത്ത്. മനസ്സിലായ? കാരണം VC പോകുന്നു. VC പോകേണ്ട ആവശ്യമില്ല. വേറെ ആരെയും കൊണ്ട് സംസാരിപ്പിക്കാനൊന്നും ഇല്ല എനിക്ക്. വേറെ ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഞാൻ വേണം VCയിലിരിക്കാം. ഇവിടെ ബ്രാവോ ലൈവാന്ന് തോന്നുന്നു. ഹലോ, കേക്കാവോടാ? കേക്കാവോ? ഹലോ. ഓക്കെ. ബ്രാവോ ലൈവാണോ? അല്ലല്ല, എൻ്റെ ഓക്കെ. സോ അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട്. ഞാനാണേലും ബ്രാവോ ആണേലും രാത്രിയിലൊക്കെ ഒരുപാട് സമയം ഇങ്ങനെ കുത്തിയിരുന്ന് ഞങ്ങളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ ഇത് പറഞ്ഞ് കഴിഞ്ഞ കേസ് നമ്മളാണെങ്കിൽ പോലും, ഞാനാണെങ്കിലും എനിക്ക് ആ സമയത്ത് ഇവർ ഗ്യാങ് ആവരുത് എന്നും അങ്ങനത്തെ ഒരു ഇൻറ്റൻഷൻ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, അങ്ങനെ ആണെങ്കിൽ കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, VH ഇവിടെ എങ്ങനെയാണ് കളിക്കുന്നത്. അപ്പം ഇതെല്ലാം എനിക്ക് ശത്രുത. നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നത് MRC എന്ന് പറയുന്ന ഗ്യാങ് ആയിട്ടല്ലായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ ഈ പറയണത് പോലെ 2 ഗ്യാങ്ങിനെയും ബ്ലോക്ക് ഓഫ് ചെയ്യുക, അല്ല കട്ട് ഓഫ് ചെയ്യുക എന്നുള്ള സാധനമല്ല നമ്മൾ നോക്കുകയുള്ളൂ. ബേസിക് ബുദ്ധിയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കിക്കൂടെ? എനിക്ക് ഇവരുടെ അടുത്ത് മാത്രം എന്താ പ്രശ്നം? ഇവരെക്കാൾ കൂടുതൽ ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഷെയ്ക്കിനോടാണ്. എനിക്ക് അവരെക്കാൾ കൂടുതൽ അടുപ്പമുള്ളതും ഇതുള്ളതും ഷെയ്ക്കിനോടാണ്. അപ്പോൾ പിന്നെ ഷെയ്ക്കിൻ്റെ ഗ്യാങ്ങിനെ മാത്രം ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് എടുത്തിടേണ്ട ആവശ്യമുണ്ടോ? എനിക്കതിൻ്റെ ആവശ്യമില്ല. അത് മനസ്സിലാക്കാൻ ബേസിക് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അതാണ് പറഞ്ഞത്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഓക്കെ ആയി കോംപ്രമൈസ് ആയൊരു കാര്യമാണ്. കോംപ്രമൈസ് ആയൊരു കാര്യം ആയതായപ്പോഴത്തേക്കിന് നേരെ അടുത്തത് വന്നിട്ട് ഇവർ ഗ്യാങ് ഫോം ആയില്ല. ഗ്യാങ് ഫോം ആവാത്തതിൻ്റെ ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ തൊട്ട് ഈ ചാറ്റിലും മറ്റേ ഇതിലും എല്ലാത്തിലും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേയേഴ്സ് തമ്മിൽ പറയുന്നിടത്തും എല്ലാത്തിലും ഞാൻ കാരണമാണ് ഇവർ ഗ്യാങ് ആവാത്തതെന്നുള്ളത്. ഇവരുടെ ഇറസ്പോൺസിബിലിറ്റി കാരണം വ്യൂവേഴ്സ് പോകുമെന്നുള്ള പേടിയിൽ ഇവർക്ക് പോലും അത് സമ്മതിക്കാൻ മടിയാണ്. കാരണം ഇവരുടെ ഇറസ്പോൺസിബിലിറ്റി കൊണ്ടാണ് ഇവിടെ ഗ്യാങ് ആവാതിരുന്നത്. അത് നിങ്ങൾ ചിന്തിക്കുക. അതായത് ഇവിടെ ഗ്യാങ് തുടങ്ങേണ്ട സമയത്ത് ഗ്യാങ് ആക്ടിവിറ്റി കാണിക്കണമായിരുന്നു. ആക്ടിവിറ്റി കാണിക്കേണ്ട സമയത്ത് ഇവർ വേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന് ഇതാക്കിയിട്ട് സിറ്റിയിൽ ഗ്യാങ് ആയില്ലെന്ന് പറഞ്ഞിരുന്ന് കരഞ്ഞാൽ എന്ത് പറയാൻ പറ്റും നമുക്ക്? കേസ് അതിന് മുകളിലുള്ള 3 ഗ്യാങ്സിനും ഇവരെയൊക്കെ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് കൊടുക്കണം എന്നാണോ നിങ്ങൾ പറയണേ? അതാ ഞാൻ ചോദിക്കുന്നത്. അതെനിക്കൊരിക്കലും ക്യാമറ കുറച്ച് താക്കുക. ആ ഒരു സാധനം ഇപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത എല്ലാവരും പറയാൻ പോണത് ഈ പറയണത് പോലെ ഗ്രൈൻഡ് ചെയ്ത ആൾക്കാർക്ക് ഈ പറയണത് പോലെ ഇത് കൊടുത്തില്ല, ഗ്യാങ് സ്ലോട്ട് കൊടുത്തില്ല എന്നുള്ളതല്ലേ വരുള്ളൂ. എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ ഞാൻ ഈ സമയത്ത് നമ്മൾ ലൈവ് ഇടുന്ന സമയത്ത് വന്നിരുന്ന് ഇതാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പറയാനുള്ളത് അന്നേരം അങ്ങ് പറഞ്ഞ് ഇതാക്കാമെന്ന് വിചാരിച്ച്. അവർ പ്രൂഫ് കാണിക്കുന്നത്. എന്തിൻ്റെ പ്രൂഫാണ് കാണണ്ടേ ബ്രോ? ചോദിച്ചോ, എന്തിൻ്റെ പ്രൂഫാണ് കാണണ്ടേ? എന്തിൻ്റെ പ്രൂഫാണ് കാണണ്ടേ? പറഞ്ഞോ. ഡെസ്റ്റോടെ സ്റ്റോറി ഒന്നും ഇല്ലടാ. അതായത് ഈ കേസിൽ അവൻ്റെ അമ്മയെ വിളിച്ച്, അമ്മയുടെ ഇതൊക്കെ വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ കുറേ എണ്ണം അറിയാലോ, വിവരമില്ലാത്തവന്മാർ കുറച്ച് ഇതാക്കി കൊടുക്കുന്നതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഡെസ്റ്റോടെ. അവൻ പറഞ്ഞ് അവനങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ബട്ട് സ്റ്റിൽ
ഈ പറയണത് പോലത്തെ കാര്യങ്ങളുള്ളത് കൊണ്ടാണെന്ന്. ഓക്കെ, അടുത്ത വിളി. ഇല്ല കൊടുക്കാം. നമുക്ക് അതിനുള്ള റിപ്ലൈ കൊടുക്കാം. എന്താ ചോദിക്കേണ്ട കാര്യം ചോദിക്കണമല്ലോ. ഇത് കുറേ നാളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈവ് ഇട്ട് ഓരോ ലൈവ് കഴിയുമ്പോൾ ഓരോരുത്തർ റിയാക്ട് ചെയ്ത് പറയണത് നല്ലതല്ലേ? നമുക്ക് പറയാനുള്ള കാര്യം അപ്പം തന്നെ പറയണത്. വെയിറ്റ് ചെയ്ത് കൊടുക്കാം. നോക്കിയന്റെ വായിന്ന് പോലും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം പോലും TVN-എതിരെയോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട കൊട്ടക്കെതിരെയോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടും അവിടെയും RG7-യും നമ്മളൊക്കെ വെറുതെ ഇരുന്ന് ആരാധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിന്റെ ഞാൻ ഒരു കാര്യം പറയാ, നിങ്ങളിപ്പോ റീസെന്റ് ആയിട്ടെല്ലാം ഉണ്ടാവും എന്താണ് ഫ്ലഫി ഇഷ്യൂ ഉണ്ടായിട്ട് എന്താ ഞാൻ പറയുന്നത്. ഒമാര് ഇതേമാതിരി ട്രൈ ഹാർഡ് ആയിട്ട് ഇതിക്ക് അറക്കുകയാണ് നമ്മളെ, മനസ്സിലായോ? എല്ലാത്തിന്റെ പ്രൂഫ് ഉണ്ട്. ഷമീറിനെയും തൊപ്പിനെയും ഇരുന്ന് ആരാധിക്കണതും രാജുഭായിനെ ഇത് വേറെ പണിയുണ്ട്. അല്ലോ അതെല്ലാം പറഞ്ഞ മുത്തേ. അവിടെ പോയിട്ട് റാംബോനോട് രാജുഭായിനോടൊക്കെ നമ്മളെ കുറ്റം പറയും. നമ്മടുത്ത് വന്നിട്ട് ഉമ്മാരെ കുറ്റം പറയും. നാരദന്റെ പണി എങ്ങനെയും കൊത്തിത്തിരിപ്പ് ഉണ്ടാക്കി. വാച്ച് പാട്ടിയാണോ? എടാ കാണണ്ടേടാ കൊട്ടപ്പൂരി ഓഫാക്കി പോടാ, വേറെ വല്ല പണി എന്തായാലും സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ചെയ്യാണ്ട് ചെയ്യേ. ഞാൻ നമ്മളെ ആൾക്കാരോടെ പറയണേ, അവിടെ ഇരുന്ന് കണ്ട് ഇന്റെ ലൈവ് മുമ്പല് വിചാരം ആരാ ഇവന്റെ പരിപാടി എന്താ അറിയോ? ഇവൻ ആരും ലൈവിൽ ഇരുന്ന് ആരാധിക്കാം. ഇവനെതിരെ ആരും പറയാൻ പറ്റൂല. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ ഇവൻ ഓഫ്ലൈനിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ പേടിപ്പിക്കും. എന്ത് പറഞ്ഞു ഇന്ന് മാക്കിന് ഞാൻ പറയാനാവില്ലെന്ന് വിചാരിച്ചാ, ഇന്ന് മാക്കിന് മെസ്സേജ് കണ്ട് ഒരുത്തന്റെ മുഖം ഞാൻ നോക്കൂല. ഈവൻ നിന്റെ ആണെങ്കിലും എന്റെ ആണെങ്കിലും അല്ല ഈ പറയണ ആരതും ഞാൻ നോക്കൂല. നിങ്ങൾക്കറിയോ ഈ പറയണ നമുക്കൊക്കെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യും അല്ലെങ്കിൽ നമ്മളെ കൂടെ ഒരു സഹായത്തിന് ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് നമ്മളെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേഴ്സണൽ വിഷയങ്ങളൊക്കെ ഈ പറയപ്പെട്ട ചങ്ങാനോട് പറയണത്. അത് ഇവൻ കൂടെ ഒന്നും ഊമ്പിക്കൂലെന്ന് കരുതി വിശ്വസിക്കാണ്ട് പറയണതാ. ഈ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങളാണല്ലോ എന്നോട് പറഞ്ഞേ. ഗൈസ്, സെർവർ സൈഡിൽ വന്ന കംപ്ലൈന്റാ. ആരും വേണ്ട വെറുതെ ഞാൻ മാക്കിനെ വലിച്ചിടുന്നില്ല ഇതിനകത്ത്, വേണ്ട. ഇന്റെ അടുത്ത് വിളിച്ചുകൊണ്ട് ഒരു ദിവസം പറഞ്ഞു ഇതേമാതിരി ഞാനും റാംബും മാക്കും കൊട്ടന്റെ ഒപ്പം ഇങ്ങനെ ഇരുന്നാണ്ട് വർത്താനം പറയാ. ഇവനെ കൊട്ടയെന്ന് തന്നെ ഞാൻ വിളിക്കുള്ളൂ, സീരിയസ്ലി പറയാം. ഇവനോട് എനിക്ക് പറയാ കുറച്ച് സ്നേഹവും കുറച്ച് റെസ്പെക്ട് ഉണ്ടായിന്. ഇന്നേ വരെ ഇന്റെ ലൈവില് മോശമായിട്ട് ഈ ചെങ്ങാനെ പറ്റി കൊട്ടയെന്നോ ചട്ടീന്നോ അല്ലെങ്കിൽ TV-യൊക്കെ എതിരെയോ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. കൊണ്ടുവരാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് വരെയുള്ള എല്ലാ ലൈവും നോക്കിക്കോട്ടെ. നമ്മളായിട്ട് പോയിട്ടില്ല. വാച്ച് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ ഊമ്പ് മൈരെ കുറച്ചേരം അങ്ങനെ കുറച്ചേരം ഇന്ന തൊലിച്ചു കണ്ട് എനിക്ക് വിറ്റുകാണ്ട് കോൺട്രവേഴ്സി ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അത്ര വ്യൂസ് ഉണ്ട് ഇത്ര വ്യൂസ് ഉണ്ട് അറിയും. 22 കോൺട്രവേഴ്സി. എടാ അച്ചിപ്പട്ടി, ഇത് കണ്ട ഇതാണ് വ്യത്യാസം നീ ഞാനും തമ്മിലുള്ള, മനസ്സിലായ? ഇതാണ് നീ അവിടെ ഇരുന്ന് ഊമ്പുമ്പോൾ കിട്ടുന്നത് നിനക്ക് ഇതാണ്, മനസ്സിലായോ? എനിക്ക് നിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല വ്യൂസിന് വേണ്ടിയിട്ട്. എടാ ഈ നക്കിയുടെ വിചാരം എന്താണെന്നറിയോ ഗൈസ്? ഇവന്റെ വിചാരം എന്ന് പറഞ്ഞാൽ, അല്ല ഇവരുന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയാം ഞാൻ. ഈ നക്കിയുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഗൈസ്, ഇവന്റെ ഇവൻ ഭയങ്കര മജോറിറ്റിയിൽ ഭയങ്കര ടോപ്പിക്കിൽ നിൽക്കുന്ന ആളാണ് എന്നുള്ള രീതിയിൽ. ഗൈസ് സത്യം പറയാല്ല, ഞാൻ ഇതിനകത്ത് സംസാരിക്കാന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഈ ഇവർ ഗ്യാങ് ആകത്തിൽ എൻ്റെ പേര് ഡ്രാഗ് ചെയ്തതിന് എൻ്റെ പേര്, എന്നിട്ട് ഭയങ്കര വേറൊരു കാര്യമോട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എനിക്ക് 7-8 പബ്ലിക് ഗ്രൂപ്പുണ്ട്. ഈ പബ്ലിക് ഗ്രൂപ്പുകളിലൊന്നും ഒരാളുടെ പോലെ ഫോട്ടോയോ ബാക്കിയുള്ളതോ ഒന്നും അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ പോസ്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല. പക്ഷെ നേരെ തിരിച്ച് നിങ്ങൾ കാണണം എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് ഇതാക്കുന്നതെന്ന്. മനസ്സിലായി? ഇവനെ ഒന്നും ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഗൈസ്. ഇവനെ ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഒരു കാര്യം. പുള്ളിക്ക് ഒരൊറ്റ കാര്യമുള്ളൂ കൺസേൺ, ഫെയിമും ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. കൂടെ ഉള്ളവർ വരെ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. എന്നോട് ഇന്ന് ലൈവ് ഇടുന്നതിന് തൊട്ട് മുമ്പ് പോലും റാംബോ എന്നെ വിളിച്ചതാണ്, മനസ്സിലായ? അവിടെയാണ് ഞാൻ പറയണത്. അത് ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ കാര്യത്തിലും ഈ പറയണത് പോലെ മറ്റേ സിറ്റിയിൽ ഒരു ഇതായിട്ട് ഫോമാണ്. അതിന് ആരെ ചതച്ചിട്ടാണേലും അടിച്ചിട്ടാണേലും എന്താണേലും ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ ഈ പുള്ളിയുടെ ലക്ഷ്യം എന്ന് പറയണം, മനസ്സിലായ? ഞാൻ തിരിച്ചു വെച്ചിരുന്ന് ഇപ്പം നിന്നെ വിളിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ അതൊരു കഴിഞ്ഞ ദിവസം ലൈവിൽ ഞാനൊരു കാര്യം പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പം നീ വിളിച്ചതിൻ്റെ 3 ഇരട്ടി വിളിക്കാൻ എനിക്കറിയാം, മനസ്സിലായ? അതുകൊണ്ട് ഞാൻ വിളിക്കാത്തതാണ്. ഞാൻ ഇന്ന് വിളിക്കുന്നില്ല. കാരണം കഴിഞ്ഞ ലൈവിലും ഇവരുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഇനി വെച്ചിരുന്ന് അങ്ങനെ വിളിക്കുന്ന അപരാധം എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ്.
പിന്നെ ഇവന്മാർക്ക് കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിക്കട്ടെ, കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിക്കട്ടെ. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു കളാം. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കാണിച്ചോളാം. ഇവൻ പറയണമെന്നുണ്ടല്ലോ, ഈ വാച്ച് ഇവൻ്റെ ഈ 30 പേരെയും കൂടെ ഞാൻ വാച്ച് പാർട്ടിക്കകത്ത് കൊണ്ടുവരുന്നതിൽ എനിക്കെന്തോ വലിയ ഗുണം കിട്ടുമെന്ന്. എടാ ഒരു ഗുണവും ഇല്ല എനിക്ക്. നീ എന്തുവാന്ന് വെച്ചാൽ ചെയ്തോ, നീ എന്താ പറ്റുമെന്ന് വെച്ചാൽ കാണിച്ചോ, എനിക്കൊരു കോപ്പും നോക്കാനില്ല, മനസ്സിലായോ? അപ്പം ഇനി ഇരുന്ന് ഈ കണ്ടിയുടെ വാച്ച് പാർട്ടി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇത് അങ്ങനെയൊക്കെ പോട്ടെ. ഇവൻ ഇരുന്ന് കറക്റ്റ് സമയത്ത്, നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്, അതായത് നമ്മൾ ലൈവ് ഇടുന്ന അതേ സമയത്ത് വന്നിരുന്ന് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അപരാധിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ ഇവിടെ കാണുന്നവരെങ്കിലും അവിടെ എന്തുവാ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പോകണം. അതാണ് ടാർഗറ്റ്, മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പോൾ വേറെ അതിൽ കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് ഇവന്മാർ ഗ്യാങ് ആവത്തിൽ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ്. ഇവന്മാർ ഗ്യാങ് ആവാത്തത് ഇവന്മാരുടെ പിടിപ്പ് കേടുകൊണ്ട് ഇവന്മാർ കാണിച്ച ഇതും കൊണ്ടിട്ടാ, വേറെ ഒന്നുമല്ല, മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. വേറെ ഇതിൽ കൂടുതൽ എനിക്ക് ഇവന്മാരിപ്പോൾ യൂസ് ചെയ്യുന്നത് പേരൻസിൻ്റെ നെയിമും അതും ഇതുമൊക്കെ എന്ത് വേണം ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവനുള്ളത് കൊടുത്തോളാം. ഓക്കെ, സോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. നമുക്ക് നേരെ സിറ്റിയിൽ കയറാം. നിങ്ങൾക്ക് ഇത് കഴിയും